നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും എറണാകുളത്ത് ബുധൻ, വെള്ളി ദിവസങ്ങളിലും കടവന്തറ അടുത്തുള്ള സെന്ററിൽ. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഇന്ന് മലയാളികളിലെ മിക്കവരും, പ്രത്യേകിച്ച് അഡൽട്ട് ആയിട്ടുള്ള മിക്കവരും, കുട്ടികൾ പോലും കാണാറുള്ള ഒരു വിഷയമാണ് അസിഡിറ്റി. എല്ലാവരും പറയും എനിക്ക് വയറ്റിൽ അസിഡിറ്റിയുടെ പ്രോബ്ലമാണ്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വിഷയം. പ്രത്യേകിച്ച് ഞാൻ ആസ്മ, അലർജി, പ്രത്യേകിച്ച് ആസ്മയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന കേസുകൾ. ആസ്മയിൽ ഒരു ലോകോത്തര നിലവാരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ രോഗികളെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ലാർജ് നമ്പറിൽ നോക്കിയതിൻ്റെ അനുഭവത്തിൽ നിന്ന് ശ്വാസകോശ രോഗമുള്ള ഏതാണ്ട് 50 മുതൽ 75% അഡൽട്ട് രോഗികളിൽ, പുരുഷനാണേലും സ്ത്രീ ആണേലും, വയറിലെ അസിഡിറ്റിയും ഡിസ്റ്റർബൻസും ഇതിനോടൊപ്പം കാണാറുണ്ട്. ആസ്മയോട് ബന്ധപ്പെട്ട് വളരെയധികം ത്വക്ക് രോഗങ്ങൾ കാണാറുണ്ട്, വയറ്റിലെ പ്രശ്നങ്ങൾ കാണാറുണ്ട്, സന്ധി രോഗങ്ങൾ കാണാറുണ്ട്, പിന്നെ തൊണ്ട, മൂക്ക്, ചെവിയുടെ രോഗങ്ങളൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ബോഡി എപ്പോഴും ഒരു യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. പലരും വിചാരിക്കുന്നത് എനിക്ക് സ്റ്റൊമക്കിലെ രോഗം, എനിക്കല്ലേ ലങ്സിലെ രോഗം, എനിക്കല്ല. അങ്ങനെയല്ല. ബോഡി ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിന് ഉദാഹരണം പറയും. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്ന് ഒരു കോമൺ സെല്ലുണ്ടായി. അതിൻ്റെ പേര് സൈഗോട്ട് എന്ന് പറയും. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മളെന്ന് പറയുന്നത് ഈ മനുഷ്യർ ഉണ്ടായത്. അതുകൊണ്ട് ഓരോ കോശങ്ങളും പരസ്പരം കണക്ട് ചെയ്ത്, അവയവങ്ങളാണേലും അത് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. ഒരവയവത്തിലെ രോഗവും മറ്റേ അവയവത്തിലെ രോഗവും എപ്പോഴും കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്ന ത്വക്ക് രോഗവും ശ്വാസകോശ രോഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത ഇതിൽ ഈ സ്റ്റൊമക്കിലെ ഡിസോർഡേഴ്സും അബ്ഡോമിനൽ ഡിസോർഡേഴ്സും ആസ്മയായിട്ടുള്ള ബന്ധം. അതിൽ നമ്മുടെ സ്റ്റൊമക്ക്, അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് pH എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്തിനെ അളക്കുന്ന ഒരു വിഷയമായിട്ട് എടുത്താൽ മതി. pH എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ ബോഡിയുടെ നോർമൽ pH എന്ന് പറയുന്നത് ബ്ലഡിലേക്ക് എടുത്താൽ 7.1 അല്ലെങ്കിൽ 7.2 വരും. പക്ഷെ നമ്മുടെ ഈ സ്റ്റൊമക്കിലെ ആസിഡിൻ്റെ pH എന്ന് പറയുന്നത് അസിഡിറ്റിയുടെ അളവാണ് pH എന്ന് പറയുന്നത്. ആൽക്കലൈനിറ്റി വരുന്തോറും ഇത് pH കൂടി വരും, അസിഡിറ്റി വരുന്തോറും pH കുറഞ്ഞു വരും. ഏതാണ്ട് 3-നും 4-നും ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡിറ്റിയുടെ pH നോർമലായിട്ട് നിൽക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ഇത് തെറ്റിദ്ധരിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം നമ്മൾ സ്വയം വരുത്തി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് അതിനൊരു മാർഗനിർദ്ദേശം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ടോക്കിൽ തരുന്നത്. ഇപ്പം നമ്മൾ ചില പൂച്ചയോ പട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം അസിഡിക്കാണ്. 2-നും 3-നും ഇടയ്ക്കാണ് പട്ടിയുടെയും പൂച്ചയുടെയും. ഏറ്റവും അസിഡിക്കായിട്ടുള്ളത് ലോകത്തിൽ നിന്ന് കണ്ടിരിക്കുന്നത് ഈ കഴുകൻ, വൾച്ചറിനാണ്. അതാണ്ട് 1, അതായത് ഇതുമായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം മടങ്ങ് വലുതാണ്. 10 ലക്ഷം അല്ല, 10 ഇരട്ടിയല്ല, അത്രയും മടങ്ങാണ്. ഓരോ പോയിന്റ് താഴ്ന്നവരും 10 വെച്ച് കൂടും. അതുപോലെ 10 ലക്ഷം മടങ്ങാണ് അതിൻ്റെ അസിഡിറ്റിയുടെ ലെവൽ. കാരണം ഇത് ഈ ചീഞ്ഞതും ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് അതിൻ്റെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ സ്റ്റൊമക്കിൽ ചെന്നാടനെ ഏതാണ്ട് കത്തിച്ച് കളയുന്ന പോലെയാണ് അതിൻ്റെ ബാക്ടീരിയയും അതിനെല്ലാം നശിപ്പിക്കാനുള്ള പവർ ഈ അസിഡിറ്റി കൊണ്ട് അതിന് കിട്ടുന്നത്. നമ്മുടെ ഈ സ്റ്റൊമക്കിലെ ആസിഡ് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം. നമുക്ക് തരുന്ന ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന ശക്തിക്ക് ഇത് വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഈ അസിഡിറ്റി ഈ നിലയിൽ നിൽക്കേണ്ടത്. സാധാരണ ചെറുപ്പത്തിൽ കറക്റ്റായിരിക്കും, പ്രായം കൂടി വരുന്തോറും അസിഡിറ്റി കുറഞ്ഞു വരും. അതിനെ ഹൈപ്പോക്ലോർഹൈഡ്രിയ എന്ന് പറയും. ആസിഡിറ്റിയുടെ ലെവൽ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ചിലരുടെ പ്രത്യേക ഒരു അവസ്ഥാവിശേഷമാണ്. ഈ ദഹനശക്തി അത് കൂട്ടുന്നു. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മാംസ്യം, അതായത് പ്രോട്ടീൻ്റെ, വെജിറ്റബിളിൽ നിന്നുള്ളതാണേലും നമ്മൾ മത്സ്യത്തിൻ്റെ ആണെങ്കിലും മാംസത്തിൻ്റെ ആണെങ്കിലും പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ, അതിനെ അമിനോ ആസിഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ ഇതിൻ്റെ പ്രസൻസ്, ഈ ആസിഡിന്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഈ സ്ട്രെങ്തിന് ഈ 3-നും 4-നും ഇടയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ താഴത്തെ ലെവലിൽ വലിച്ചെടുക്കാനൊക്കെ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ദഹനം എന്ന് പറയുന്നത് ചില മീഡിയേറ്റേഴ്സ്, ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് വന്നിട്ടാണ് ഈ ദഹനം നടക്കുന്നത്. അത് ലിവറിൽ നിന്നുണ്ടാകുന്നുണ്ട്, പാൻക്രിയാസിൽ നിന്ന് വരുന്നുണ്ട്, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ നിന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം വരുന്ന ഈ എൻസൈം ആക്ടിവിറ്റി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം കറക്റ്റായിട്ട് വരണമെങ്കിലും ഈ ആസിഡിൻ്റെ pH കറക്റ്റായിട്ട് നിന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. പിന്നെ അതിപ്രധാനമായ കാൽഷ്യം, അതുപോലെ തന്നെ സിങ്ക്, മാംഗനീസ് മുതലായ മിനറൽസ് നമ്മുടെ
കുടലിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ പ്രോപ്പർ ആസിഡ് സ്റ്റൊമക്കിൽ വേണം. അതുകൂടാതെ ഏറ്റവും അതിപ്രധാനമായി ഇന്നത്തെ എല്ലാവരും പറയുന്ന വളരെ ഫാഷനബിൾ വേർഡാണ് ഇന്ന് ഗേർഡ് എന്ന് പറയുന്നത്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. പലർക്കും അറിയാം. അതായത് നമ്മുടെ ആസിഡ് സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ്, ഈ ആസിഡ് സ്റ്റൊമക്കിനെ നമ്മുടെ അന്നനാളത്തെ കൂടെ വേർതിരിക്കുന്ന ഒരു വാൽവുണ്ട്. ആ വാൽവ് തുറന്നിട്ട് അതിൽ നമ്മുടെ നെഞ്ചുരുക്കമായിട്ട്, പ്രധാനമായിട്ടും നെഞ്ചുരുക്കമായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ആസിഡ് കയറി വരിക. ഇന്ന് വളരെയധികം ആൾക്കാരെ ശല്യം ചെയ്യുന്ന ഒരു രോഗമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എൻ്റെ അറിവിൽ ഒരു വൈദ്യശാസ്ത്രവും പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല. അത് കാരണം ഇതിന് സ്ഥായിയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിഡിനെ കുറയ്ക്കാനുള്ള മരുന്നാണ്. അതാണ് അവിടുത്തെ തെറ്റായ പ്രവണത. അപ്പോൾ അതിനെപ്പറ്റി വളരെ ഇച്ചിരി സവിസ്തരം പറയാം. യഥാർത്ഥത്തിൽ ഗേർഡിൻ്റെ യഥാർത്ഥ റീസൺ എന്താ വെച്ചാൽ ഈ വാൽവ് എന്തുകൊണ്ടാണ് തുറക്കുന്നത്? ഈ ആസിഡ് സ്റ്റൊമക്കിൽ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ pH പിന്നെ 5 6 നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ അൻറ്റാസിഡ്സും പിന്നെ ഈ പറഞ്ഞ പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള പാൻറ്റോപ്രസോളും ഒക്കെ കഴിക്കുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആൽക്കലൈൻ അസിഡിറ്റി പിന്നെ മാറി ആൽക്കലിനിലേക്ക് 5 6 7 പോകും. അപ്പോൾ ഒരിക്കലും വാൽവ് അടയുകയില്ല. വാൽവിന് അസിഡിറ്റി 3നും 4നും ഇടയ്ക്ക് വന്നെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഈ വാൽവ് അടയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അടഞ്ഞെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഡൈജഷനും നമ്മുടെ പ്രോട്ടീൻ സ്പ്ലിറ്റിങ്ങും എൻസൈം ആക്ടിവിറ്റി എല്ലാം നടക്കുകയുള്ളൂ. ആസിഡ് അവിടെ യഥാർത്ഥത്തിൽ നിൽക്കുകയുള്ളൂ. അതിനെ നമ്മൾ കുറച്ച് കൊടുത്ത് യാതൊരു ആവശ്യമില്ലാത്തൊരു പ്രക്രിയയാണ്. നമ്മൾ കാര്യം ഈ ആസിഡ് ഒട്ടും വേണ്ടാത്ത സംഗതി, ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗേർഡ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഇതാണ്. ഇവിടെയാണ് ഞാൻ അടുത്തത് അതിൻ്റെ ചികിത്സ പറയുമ്പോഴത്തേന് പറയാം, നമ്മൾ അതിനെപ്പറ്റി അടുത്ത ഇതിൽ പറയാം. അടുത്തത് നമ്മളതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ രോഗാണുവിനെ, നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ ധാരാളം ബാക്ടീരിയയും വൈറസും എല്ലാം നമ്മുടെ സ്റ്റൊമക്കിൽ ചെല്ലുന്നത്. അതിനെയെല്ലാം ചെല്ലുന്ന മാത്രയിൽ തന്നെ കൊല്ലണമെങ്കിൽ ഈ അസിഡിറ്റി ഈ ലെവലിൽ നിന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് അതുപോലത്തെ ഒത്തിരി രോഗങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം പോലും അതിൻ്റെ ബാക്ടീരിയ ഇത് കയറുന്നത് പാനീയങ്ങളിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയാണ്. അതിനെല്ലാം ചെന്ന പാടെ തന്നെ നശിപ്പിക്കുന്നതിലൊരു പവർ ഇതിനുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ, അതായത് പലരും പറയും ഈ ഗ്യാസ് ബ്ലോട്ട് ചെയ്യുന്നു, അതിൻ്റെ ഉൽപ്പാദനവും കുറയ്ക്കാൻ പറ്റും നമ്മൾ ഈ അസിഡിറ്റി കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ. പിന്നെ കേരളത്തിലെ അതിപ്രധാനമായ രോഗമായ ഡയബറ്റീസ് രോഗം, അതിന് IS എഴുതിയിരിക്കുന്ന ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. നമ്മുടെ എല്ലാവരും 40 വയസ്സ് കഴിഞ്ഞ പുരുഷനെ സ്ത്രീ ഇന്ന് കേരളത്തിൽ 4ൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമായ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിലൊരു പങ്ക് ഈ പ്രോപ്പർ ആസിഡ് അവിടെ ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസിന് വരുന്നതിന് മുമ്പ് വരുന്നത്. പക്ഷേ ഇൻസുലിൻ സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നു. ഇൻസുലിൻ സെൻസിറ്റീവായിട്ട് ഗ്ലൂക്കോസിനെ അത് കോശങ്ങളിലേക്ക് കടത്തിവിടുകയും അതിനെ പ്രോപ്പർ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആസിഡ് അവിടെ വരണം. എന്തൊക്കെ കണ്ടീഷൻസ് കൊണ്ടാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഭാഗത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുകൊണ്ടൊക്കെ കുറയുന്നു? നമ്മൾ എല്ലാവരും ഇന്ന് സ്ട്രെസ്ഡാണ്. ഒരു കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും എല്ലാം നമ്മൾ സ്ട്രെസ്ഡാണ്. നമ്മൾ കാര്യം സ്ട്രെസ് എന്ന് പറയുന്ന ഒരു നോർമൽ തിങ്ങാണ്. എല്ലാവർക്കും നോർമലായിട്ട് വേണം. ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടി പഠിക്കുമ്പോൾ മിനിമം സ്ട്രെസ് അതിൻ്റെ മെമ്മറി കൂട്ടാൻ വരെ സഹായിക്കുന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു രോഗാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് വലിയ ദൂഷ്യമായിട്ട് മാറും. അപ്പോൾ സ്ട്രെസ് കൊണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടും. പിന്നെ അമിതമായിട്ട് പ്രോട്ടീൻ, അത് ആനിമൽ പ്രോട്ടീനും ഇറച്ചിയും മീനും വറയും പൊരിയും എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് നമുക്ക് കുറഞ്ഞു പോകും. നമുക്ക് വേണ്ടിയുള്ള ഇവിടെ കിട്ടുകയില്ല. പിന്നെ നമ്മൾ വൈറ്റമിൻസിലെ B1ഉം സിങ്കും മിനറൽ കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് കുറഞ്ഞു പോകും. അതിപ്രധാനമായ വേറൊരു കാര്യം, ആൽക്കഹോൾ. മദ്യം അമിതമായിട്ട് കഴിക്കുന്നവരിലും ഈ ആസിഡിൻ്റെ ലെവല് കുറഞ്ഞു പോകും. അപ്പോൾ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും വശമുണ്ടാവും. അൻറ്റാസിഡ്സ്, അതിലെ പറഞ്ഞ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നേച്ചും എരിച്ചിലിനുള്ള ഗുളികത അല്ലെന്നുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള ഗുളികത എന്ന് പറഞ്ഞും അക്രോസ് ദ കൗണ്ടറായിട്ട് തന്നെ ഇത് മേടിക്കുകയാണ്. അങ്ങനെ മേടിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം പരസ്യങ്ങളിൽ കൂടെ പോലും ഇതല്ലേ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നമ്മൾക്ക് ഈ ആസിഡ് കുറയ്ക്കാനും തദ്വാര നമ്മളൊരു നിരന്തരം രോഗത്തിലേക്ക് വഴുതിപ്പോകാനും സാധിക്കുന്നുണ്ട്. പിന്നെ 2 ഹോർമോണൽ കണ്ടീഷനുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിലും ഇന്ന് ഒരെണ്ണം പ്രധാനപ്പെട്ടാണ്. കാരണം ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിന് പോലും കാരണം പോലും അലർജി ഓർ ഇമ്മ്യൂണോളജി റിലേറ്റഡ് ഡിസീസാണെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്ന് പണ്ട് വേണ്ടൊരു 30-40 വയസ്സുള്ളവർക്കറിയാം, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കണ്ടീഷനെ തൈറോയിഡിൻ്റെ പ്രോബ്ലം കേൾക്കുന്നില്ലായിരുന്നു. ഇന്ന് ലോ തൈറോയിഡ്, തൈറോയിഡ് പ്രവർത്തിക്കാത്ത കണ്ടീഷൻ,
വളരെ വളരെ കോമൺ. കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയിലും അലർജിക് മെക്കാനിസം വർക്ക് ചെയ്തിട്ടാണ് ആസ്മയോടൊപ്പം തന്നെ പലരിലും. പക്ഷെ ഒരു സന്തോഷം ഞാനിവിടെ പറയാറുണ്ട്, ഞാൻ ട്രീറ്റ് ചെയ്യുന്ന പല പേഷ്യൻസിലും ആസ്മ അവർക്ക് മാറ്റി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം റിലീവ്ഡ് ആകുമ്പോൾ അവർക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനവും ബെറ്റർ ആകുന്നതായിട്ട് ഞാൻ നിരവധി കേസുകളിൽ അവർക്ക് ചിലപ്പോൾ അവരതിന് മരുന്ന് കഴിക്കുന്നത് നിർത്താൻ പോലും സാധിക്കാറുണ്ട്. അപ്പം പിറ്റ്യൂട്ടറിയുടെ കുറവ് കൊണ്ടും പിറ്റ്യൂട്ടറിയുടെ വർക്ക്, അതായത് ബ്രെയിനിൻ്റെ അടിയിൽ ഉള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മാന്ദ്യം കൊണ്ടും നമ്മൾക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റൊമക്കിലെ ആസിഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്നറിയാം, നമ്മൾ അമിതവണ്ണം 100-150 കിലോ ഒക്കെ ഉള്ളവർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ബാരിയാട്രിക് സർജറി. അത് സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് അവർക്ക് ഭക്ഷണം വളരെ തുച്ഛമായിട്ടേ അവർ കഴിക്കാനൊക്കെ ഉള്ളൂ. അതൊരു ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വെയിറ്റ് റിഡക്ഷൻ വേണേൽ പറയാം. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ ദൂഷ്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വളരെയധികം കുറയാനും തദ്വാര മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ കൂടുതൽ വഴുതി വിടാനും അതുപോലെ മിനറൽസിനും വൈറ്റമിൻസിനും എല്ലാം കുറവ് ഇവർക്ക് വരുന്നതിനിടയാവും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സംഗതിയാണ് വേണ്ടിയ അളവിൽ ആസിഡ് സ്റ്റൊമക്കിൽ ഉണ്ടാകുക എന്നുള്ളത്. അതിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളായിട്ടും അതിനെ ഉൽപ്പാദനം തന്നെ കുറയ്ക്കുന്ന മരുന്നുകളായിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അതിനെല്ലാം നമ്മൾക്ക് സ്ഥായിയായ പരിഹാരത്തിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്, മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സിഡാർ വിനീഗർ പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. ആപ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരു വിനാഗിരിയാണ്. അതിൻ്റെ പേരാണ് ACV എന്ന ചുരുക്കപ്പേരിൽ അറിയും, ആപ്പിൾ സിഡാർ വിനീഗർ. അത് 2 വെറൈറ്റി ഉണ്ട്. ഓർഗാനിക് ആപ്പിൾ സിഡാർ വിനീഗർ ആണ് നല്ലത്. അത് 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് നമ്മൾ വെള്ളം പോലെ ഇരിക്കുന്നതിനെ ക്ലിയർ വെറൈറ്റി എന്നും, മറ്റത് അതിൻ്റെ മദർ എന്ന് പറയാം, അതായത് അതിനകത്ത് കുറേ മട്ടടിഞ്ഞത്, അതിനെ മാത്രമേ ഗുണമുള്ളൂ, മെഡിക്കൽ ഗുണമുള്ളൂ. 2000 വർഷമായിട്ട് ലോകത്തിൽ പല രാജ്യങ്ങളിലും നിലനിന്ന് വരുന്നൊരു സംഗതിയാണ്. പല രോഗങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാൻ പവറാണ്. ഈ പറഞ്ഞ ഗേഡ്, പ്രത്യേകിച്ച് ഈ ഗേഡ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി പ്രോബ്ലത്തിനെ ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നൊരു സംഗതിയാണ്. ഇത് 1, 2, 3 നേരം സാധാരണ 15 ml ഒരു വലിയ സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഗേഡിൽ നിന്നും അസിഡിറ്റി വേണ്ടിയ അളവിൽ അവിടെ കിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ബാക്കിയുള്ള സ്റ്റൊമക്കിൻ്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഇത് സഹായിക്കും. ഈ അവസരത്തിൽ ആപ്പിൾ സിഡാർ വിനീഗറിനെ പറ്റി ഞാനിവിടെ അതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത്. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു ബെൽ ബട്ടണും കൂടെ കറുത്ത ബെൽ അമക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വീഡിയോകളെ പറ്റിയുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.